നിങ്ങൾക്കറിയാം, അമേരിക്ക എന്ന് പറഞ്ഞൊരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ് ഉറപ്പായിട്ടും. അപ്പം ആ രീതിയിൽ തിങ്ക് ചെയ്യുന്ന രാജ്യം. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി പേര് മാറിപ്പോയി, ഡ്രഗിലോട്ട് പോയി, ഇതേപോലെയുള്ള ആക്ടിവിറ്റീസിലോട്ട് വളരെയധികം. കാരണം ലൈഫ് അങ്ങനെയാണ്, സുഖിച്ച് ജീവിക്കുക, അതിന് അർത്ഥമൊന്നുമില്ല, മാക്സിമം സുഖിക്കുക. അതിന് ഡ്രങ്കെങ്കിൽ ഡ്രങ്ക്, മറ്റുള്ള രീതിയിൽ സുഖിക്കുക, ആ രീതിയിൽ പോവുക. പെർമനൻ്റായിട്ടൊരു ഭർത്താവും കുട്ടികളും ഒന്നും വേണ്ട, ഇഷ്ടം പോലെ രീതിയിൽ മാറുക. ഇതൊക്കെ അമേരിക്കയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ സാൻ ഫ്രാൻസിസ്കോയിൽ പോയപ്പോൾ ആ ഹിപ്പി കൾച്ചറാണ് ബേസിക്കലി ഇത് മാറ്റിയെടുത്തത്. അവിടുന്ന് തിരിച്ചവർ കൺസർവേറ്റീവ് രീതിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ BBC-യുടെ അമേരിക്കൻ എഡിറ്റർ സ്ത്രീയാണ്. അപ്പോൾ അവരതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന ഫാർ റൈറ്റ് ലീഡർ ചാർലി കിർക്ക്, അത് ഭയങ്കര ടോപ്പിക്കായി. പിന്നീട് അത് BBC അതിന് വിശദീകരണം കൊടുക്കേണ്ട സ്ഥിതിയിലോട്ട് പോയി. ഞാനീ പറയുന്നത്, ഈ ഫ്യൂണറൽ സെറിമണിയിൽ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് മുഴുവനും ക്രിസ്ത്യൻ വർഷിപ്പ് സോങ്ങുകളാണ് പാടിയത്. ഒരൊറ്റ ലിബറലായിട്ടൊരൊറ്റ വാക്കും മിണ്ടിയില്ല. ഒരക്ഷരം, ഇൻക്ലൂഡിങ് കാൾസൺ ടക്കർ ആണെങ്കിലും, അമേരിക്കൻ ക്യാബിനറ്റ് സെക്രട്ടറീസ്, പ്രസിഡന്റ് ട്രംപ് ആണെങ്കിലും, JD വാൻസ് ആണെങ്കിലും, എല്ലാവരും, ട്രംപിൻ്റെ മകൻ അതായത് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ, അവരെല്ലാം കോട്ട് ചെയ്യുന്ന ബൈബിളാണ്.